സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പേരിൽ MK രാമദാസ് എഴുതിയ കർത്താവിന്റെ നാമത്തിൽ എന്ന പുസ്തകം കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കി. പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. മൗണ്ട് കാർമൽ ജനറേറ്റിലെ സിസ്റ്റർ മരിയ ആന്റോ, സിസ്റ്റർ സാലി പോൾ, സിസ്റ്റർ സോഫി, സിസ്റ്റർ ജാൻസീന, ജോസ് സെബാസ്റ്റ്യൻ വല്ലനാട്ട് തുടങ്ങിയവർ ചേർന്ന് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. അശ്ലീലതയും ദുരാരോപണങ്ങളും കുത്തിനിറച്ച് സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പേരിൽ MK രാമദാസ് എഴുതി DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമായ കർത്താവിന്റെ നാമത്തിൽ എന്ന പുസ്തകത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. CRPC സെക്ഷൻ 95 പ്രകാരം പുസ്തകം കണ്ടുകെട്ടാനുള്ള നടപടിയെടുക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അശ്ലീലതകൾ നിറഞ്ഞതും സന്യസ്തർക്കും വിശ്വാസികൾക്കും അപമാനമുണ്ടാക്കുന്നതുമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുസ്തകം എന്നാരോപിച്ചായിരുന്നു ഹർജി. ഹർജിക്കാർക്ക് വേണ്ടി റിട്ടയർഡ് ജഡ്ജി അഗസ്റ്റിൻ കണിയാമറ്റം, അഡ്വക്കേറ്റ് സിസ്റ്റർ ലിനറ്റ് ചെറിയാൻ തുടങ്ങിയവരാണ് ഹാജരായത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കും കർമ്മ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടറും DC ബുക്സിന്റെ മാനേജിംഗ് ഡയറക്ടർക്കും അതുപോലെ പുസ്തകം എഴുതി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന MK രാമദാസും അതിനു പുറമെ സ്റ്റേറ്റ് ഓഫ് കേരള റെപ്രസെന്റ് ചെയ്ത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള ഇത്രയും ആൾക്കാരായിരുന്നു എതിർകക്ഷികള്. അപ്പം വിശദമായ വാദം കേട്ടു കോടതി. വാദം കേട്ടതിന് ശേഷം ഈ കേസിൽ ലൂസിക്കും കൂട്ടാളികൾക്കുമെതിരായിട്ട് ക്രിമിനൽ കേസ് എടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനും കംപ്ലൈന്റ് ഫയൽ ചെയ്യാനും പിന്നെ സർക്കാരിനോട് CRPC സെക്ഷൻ 95 പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനും ആണ് കോടതി ഉത്തരവായിരിക്കുന്നത്. ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമായിരുന്നു കോടതി ഉത്തരവ്. ഷെക്കീന ന്യൂസ് ബ്യൂറോ, കൊച്ചി.